ഹലോ, നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ചാപ്റ്ററിൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പറിന് നമ്മൾ കണ്ടൊരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന് ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും: a+ib. അതിൽ എ എന്ന് പറയണതായിരിക്കും റിയൽ പാർട്ടും, ബി എന്ന് പറയണതായിരിക്കും ഇമാജിനറി പാർട്ട്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു കോംപ്ലക്സ് നമ്പർ 3 + 4i ആണ്. അപ്പോൾ ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3യും, അപ്പോൾ ഐ ഏത് നമ്പറിൻ്റെ കൂടെയാണ് ഉള്ളത് അതാണ് അതിൻ്റെ ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇവിടെ 4ൻ്റെ കൂടെയാണ് ഐ ഉള്ളത്. അപ്പോൾ ഇമാജിനറി പാർട്ട് 4 ആയിരിക്കും. ഇത് വേറെ എക്സാമ്പിളിൽ 3 - 4i. അപ്പോൾ ഇവിടെ ഇവിടെ റിയൽ പാർട്ട് 3 ആണ്. പക്ഷേ ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 4 അല്ല, -4 ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ 3 - 4i എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം a+ib എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് വന്നാൽ അതിൻ്റെ അർത്ഥം ആ മൈനസ് അവിടെ വരാൻ കാരണം ഈ നമ്പറാണ്. അപ്പോൾ ഇവിടെ 3 - 4i എന്ന് പറഞ്ഞാൽ ശരിക്കും 3 + i × -4 വരുന്നത് കൊണ്ടാണ് നമുക്കിവിടെ 3 - 4i വരുന്നത്. അപ്പോൾ ഇവിടെ മൈനസ് കണ്ടാൽ അതിൻ്റെ അർത്ഥം ആ മൈനസ് ഈ നമ്പറിൻ്റെ ആണ് ആ സൈൻ. അതുകൊണ്ട് ഇവിടെ ഇമാജിനറി പാർട്ട് -4 ഉണ്ട്. വേറെ എക്സാമ്പിൾ നോക്കിയാൽ -4i + 3. ഇപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട്, ഇപ്പോൾ ഈ നമ്പർ എഴുതിയിരിക്കുന്നത് ഓർഡർ a+ib പകരം ഇമാജിനറി പാർട്ട് ആദ്യവും റിയൽ പാർട്ട് രണ്ടാമതാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും അപ്പോൾ നമ്മൾ ആദ്യം വരുന്നത് റിയൽ പാർട്ടാണെന്ന് പറഞ്ഞിട്ട് റിയൽ പാർട്ട് -4 എന്നല്ല, നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഐ നോക്കിയിട്ടാണ്. ഐ കൂടെ ഇല്ലാത്തത് റിയൽ പാർട്ടും ഐ കൂടെ ഉള്ളത് ഇമാജിനറി പാർട്ടും. അപ്പോൾ ഈ കേസിൽ റിയൽ പാർട്ട് നേരത്തെ പോലെ തന്നെ 3യും, ഇമാജിനറി പാർട്ട് ഐ കൂടെയുള്ള നമ്പർ അതേതാണ് -4. അപ്പോൾ അങ്ങനെയാണ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി ഒരു 2-3 നമ്പേഴ്സ് കൂടി നോക്കാം. എന്ന് പറയുമ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്ന് പറഞ്ഞാൽ ഈ a+ib എക്കോ ബിക്കോ 0 ആവാം. എന്ന് വെച്ചാൽ a 0 ആയി കഴിഞ്ഞാൽ ആ നമ്പർ ഇപ്പോൾ 0 + 4i എന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് റിയൽ പാർട്ട് 0 ആണ്. അപ്പോൾ ഈ നമ്പർ ഇമാജിനറി നമ്പർ മാത്രമാണ്. അപ്പോൾ അത് നമ്മൾ പ്യുവർലി ഇമാജിനറി എന്നാണ് പറയുന്നത്. അപ്പോൾ 0 + 4i എന്ന് നമുക്ക് വേണമെങ്കിൽ 4i എന്ന് മാത്രവും എഴുതാം, 0 എഴുതണം നിർബന്ധമില്ല. അപ്പോൾ ഈ നമ്പറിൻ്റെ, ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇതിന് റിയൽ പാർട്ട് ഇല്ല. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ ഇമാജിനറി പാർട്ട് ഇവിടെ 4 ആണ്. അപ്പോൾ നമുക്ക് ഇമാജിനറി പാർട്ട് = 4. അപ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ കേസിൽ
റിയൽ പാർട്ടായിരുന്നു 0. ഇനി ഇമാജിനറി പാർട്ടിനും 0 ആവാം. ഫോർ എക്സാമ്പിൾ 12 എന്നൊരു നമ്പറാണ്, അത് ഒരു റിയൽ നമ്പറാണ്, അതിൻ്റെ ഇമാജിനറി പാർട്ട് ഇല്ല. അപ്പം നമുക്ക് 12 ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ 12 പ്ലസ് 0 i എന്ന് എഴുതാം. അപ്പോൾ ഇത് ഈ നമ്പർ നമ്മൾ നേരത്തെ പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞതുപോലെ ഈ നമ്പർ പ്യുവർലി റിയൽ ആണ്. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും, കാരണം വെച്ചാൽ അവിടെ ഇമാജിനറി പാർട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഇങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് പഠിക്കാം.